ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ മുടിയൊക്കെ കെട്ടി പൂവൊക്കെ വെച്ച് എങ്ങോട്ടാണെന്നില്ലേ ഗൈസ്. അപ്പോൾ ഞങ്ങളന്ന് തറവാട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാട്ടോ. ഞാനും ചക്കുമായിരുന്നു കേട്ടോ പോകാൻ ഇറങ്ങിയത്. അപ്പോൾ നോക്കുമ്പോൾ ഉമ്മച്ചി പറഞ്ഞു ഞാനുണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചെന്നാൽ എല്ലാവർക്കും കൂടി പോകാൻ കേട്ടോ. അങ്ങനെ ഇപ്പിച്ച് പറഞ്ഞു എന്നാൽ പിന്നെ ബസ്സിന് വേണ്ട, ഞാൻ അവിടെ ഇറക്കി തരാമെന്ന് പറഞ്ഞു കേട്ടോ. ജുമായല്ലേ, വെള്ളിയാഴ്ചയായിരുന്നു. അപ്പോൾ ജുമാക്കും പോകാം, പിന്നെ അക്ഷയയിലൊക്കെ പോകേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പിന്നീട് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഇപ്പച്ചി പറഞ്ഞ് കാറിൽ പോകുന്നുണ്ട്. ഞങ്ങൾ അങ്ങനെ കാറിൽ കയറിട്ടോ. കാറിൽ കയറിയപ്പോൾ ആൾ ബൈക്കിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്നുണ്ട്. ആശാന് പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്രണ്ട് സീറ്റിലിരുത്തിയാൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമുക്ക് എത്തേണ്ടടുത്തൊക്കെ എത്തിക്കും ഓന്, അല്ലെങ്കിൽ കുറച്ച് കച്ചറയായിരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ തറവാട് ഇതാണ് കേട്ടോ, സെൻറ്റ് മാർട്ടിൻ ഹോസ്പിറ്റലാണ്. ഞങ്ങൾക്ക് എന്ത് അസുഖം വന്നാലും ശരി ആദ്യം ഓടിയെത്തും പോവുക ഈ ഹോസ്പിറ്റലിലേക്ക് കേട്ടോ. പ്രത്യേകിച്ച് ഞാൻ, കാരണം എനിക്ക് കുറേ ഡ്രഗ് അലർജി ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഹോസ്പിറ്റലല്ലാതെ എനിക്ക് എവിടെ പോയാലും പറ്റില്ല. കാരണം ഇവർക്കാകുമ്പോൾ എൻ്റെ അസുഖം എന്താണെന്നും എൻ്റെ മരുന്ന് എന്താണെന്നും എനിക്ക് ഏതൊക്കെ മരുന്ന് പറ്റുന്നു ഏതൊക്കെ പറ്റില്ല എന്നുള്ളതൊക്കെ അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതുകൊണ്ട് ഇപ്പം ഞാൻ പറയാൻ മറന്നാലും അവർക്കത് ഓർമ്മ ഉണ്ടാവും. എങ്കിൽ പോലും കേട്ടോ എനിക്കൊരു ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ പോലെ ചുറ്റും 2-3 സിസ്റ്റർമാരുണ്ടാവും കേട്ടോ. എനിക്ക് എന്തെങ്കിലും അലർജി ആവോ എന്ന് പേടിച്ചിട്ട്. അതിപ്പോൾ ഡോക്ടേഴ്സിനായാലും ശരി എല്ലാവർക്കും അതറിയാം. അതുകൊണ്ട് അവർ നോക്കിയൊക്കെ ചെയ്യുള്ളൂ. അതുകൊണ്ട് എന്തോ ഈ ഹോസ്പിറ്റലിൽ വിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ പോകാൻ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. മക്കളായാലും ശരി ഇവിടെയാണ്. എൻ്റെ 2 ഡെലിവറി നടന്നതൊക്കെ ഇവിടെ കേട്ടോ. അപ്പോൾ തറവാട്ടിലേക്ക് എന്ത് ചെയ്യാൻ വന്നേന്നിരിക്കില്ലേ നിങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ ചക്കുവിന് ഒരു ജലദോഷം കഫക്കെട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, മാറുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് കാണിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ വന്നത്. അപ്പോൾ ഉമ്മച്ചിക്ക് ഒരു അലർജി ടെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി അവിടെ നിന്ന് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ട് ഉമ്മച്ചി വന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ മോനെ കാണിക്കാൻ വേണ്ടി പീഡിയാട്രിക്കിൻ്റെ വാർഡിലേക്ക് പോയിട്ടോ. അപ്പോൾ വെയിറ്റ് നോക്കണമല്ലോ. അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ സ്വന്തം ചെരുപ്പ് ഊരിക്കോളാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ. നോക്കും മോൻ കൂരാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ തന്നെ ഊരി കൊടുത്ത് വെയിറ്റൊക്കെ നോക്കി അൽഹംദുലില്ലാ വെയിറ്റൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ ടെമ്പറേച്ചർ നോക്കി, ടെമ്പറേച്ചറൊക്കെ നോർമലായിരുന്നു. പനിയൊന്നുമില്ല, ജസ്റ്റ് ഒരു കഫക്കെട്ടും ജലദോഷമായിരുന്നു. അങ്ങനെ അതാൾ വലിച്ചുകൊണ്ട് പോകുന്നത് അതായ ലിഫ്റ്റ് കയറാണ് കേട്ടോ. ലിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പേടിയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡോക്ടർ റൂമിൽ കുറേ ചോക്ലേറ്റ് ഉണ്ട്, ആ ചോക്ലേറ്റ് വാങ്ങിച്ചിട്ട് നമുക്ക് പോകാൻ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ആ ചെറിയൊരു ഹോൾസിലൂടെ എത്തി വലിഞ്ഞ് നോക്കുക കേട്ടോ ആൾ. എന്നിട്ട് എന്നോട് വന്നിരിക്കും എന്താ ഡോക്ടർ തുറക്കാത്തതെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു കേട്ടോ. കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ അത് ആൾ എന്നോട് കുറേ നേരം കളിച്ച് കുറച്ച് നേരം അങ്ങോട്ടും പിന്നെ നോക്കുമ്പോൾ ആളത് പൊട്ടിച്ചു ഗൈസ്. ഓക്കെ, എത്ര വാങ്ങിക്കൊടുത്താലും ഓള് ആ ഒരു അരമണിക്കൂറാകുമ്പോഴത്തേക്ക് അത് പൊട്ടിച്ച് 2 കഷ്ണമാക്കും കേട്ടോ. ഓള് ഹെയർ ബാൻഡും ഈവൻ ഫീഡിങ് ബോട്ടിലും, അതാണ് മെയിൻ കളികൾ കേട്ടോ. അങ്ങനെ കാണിക്കാനായി ഞങ്ങൾ കയറി കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർക്ക് ഭയങ്കര കാര്യമായിട്ട് ഇവനക്കും ഇഷ്ടമാട്ടോ ഡോക്ടറെ. അവർ നല്ലോണം എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇവൻ കുറേ ബടായൊക്കെ പൊട്ടിക്കുന്നുണ്ട്. അതാട്ടോ ഉമ്മച്ചവിടിരുന്ന് ചിരിക്കുന്നത്. അങ്ങനെ എന്തോ ഇവിടെ കാണിക്കാൻ വരുമ്പോൾ നമുക്ക് ഡോക്ടർ കാണുമ്പോൾ തന്നെ നമുക്കൊരു പകുതി ആശ്വാസം കേട്ടോ. അതുകൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ ഓടി വരുന്നത് കേട്ടോ. പിന്നെ ഇതാ മരുന്ന് വാങ്ങാൻ വേണ്ടി പോയി നോക്കുമ്പോൾ സിസ്റ്റർമാർ അവിടെ ഇല്ല കേട്ടോ. അപ്പോൾ വരട്ടേന്ന് വിചാരിച്ച് അവിടെ അങ്ങനെ നിന്നു. ലാസ്റ്റ് സിസ്റ്ററൊക്കെ വന്ന് നമുക്ക് മരുന്നൊക്കെ തന്നിട്ടോ. മരുന്ന് അധികമൊന്നും ഇല്ലായിരുന്നില്ല, ഒരു ആൻറ്റിബയോട്ടിക്കും പിന്നെ ഒരു മരുന്നുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അതൊക്കെ വാങ്ങി ഇറങ്ങിയപ്പോൾ ഓൻ പറഞ്ഞാൽ അവനക്ക് ചായ വേണമെന്ന്. അപ്പോൾ ചായ ഞാൻ വാങ്ങിക്കൊടുക്കാറില്ല, പാല് വാങ്ങിക്കൊടുക്കും. പിന്നെ സ്നാക്സ് കഴിക്കാൻ പക്ഷെ കഴിക്കൂല. അവന് കൂടുതലും ബോയിൽഡ് എഗ് ആട്ടോ വാങ്ങിക്കൊടുക്കാറ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, കോഴിമുട്ട അവൻ്റെ ഒരു വീക്ക്നെസ് ആട്ടോ. സോ ഒരു കോഴിമുട്ടയും പാലും വാങ്ങിച്ചെടുത്ത് അത് കഴിച്ചാൽ ഓനെ ഹാപ്പിയായി, ഓൻ ഓക്കെ ആയിക്കോളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ കാണിച്ചു കഴിഞ്ഞിറങ്ങി ഞങ്ങൾ ചാടിക്കാൻ വേണ്ടി പോയത് ടൗണിലേക്ക്. നോക്കുമ്പോൾ ജുമ ആയതുകൊണ്ട് തന്നെ കട പൂട്ടിയിരിക്കുന്നത് ചമ്മി നാലൊരു മൂലൊക്കെ നിൽക്കട്ടോ. അപ്പോൾ ഞാൻ നൈസായിട്ട് ഉപ്പച്ചിനെ വിളിച്ചൊക്കെ ഉപ്പച്ചി പറഞ്ഞാൽ എന്നാൽ ഓക്കെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കി തരാം, എന്നിട്ട് വേഗം എനിക്ക് തിരിച്ച് ജുമാക്ക് പോകാനിട്ട് ഞങ്ങളങ്ങനെ വീട്ടിലേക്ക് കൊണ്ടാക്കി തന്നു കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ മക്കൾ കളിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഒന്ന് കിടന്നുറങ്ങി കേട്ടോ. ഉച്ചയല്ല, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ കിടന്നുറങ്ങി. എഴുന്നേച്ചത്തേക്ക് കുറച്ച് ഓല ഉണ്ടായിരുന്നു കേട്ടോ, അപ്പുറത്ത് നിന്ന് തന്നതായിരുന്നു. അപ്പോൾ എത്രയൊക്കെ അപ്ഡേഷൻ വന്നാലും പച്ചയിർട്ടിൻ്റെ ചൂട് കൊണ്ട് അകടിച്ചറിയുന്ന ഒരു തൃപ്തി വരുള്ളൂ ഞങ്ങൾക്ക് കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉമ്മാമ അതാ മോനിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ ഉണ്ടാക്കുക കേട്ടോ. അത് പണ്ട് ഞാൻ കുഞ്ഞതാകുമ്പോൾ ഞങ്ങൾക്ക് ഉമ്മാമ അങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി തരുന്നു കേട്ടോ. കളിമണ്ണൊക്കെ പെറുക്കി കൊണ്ടുവന്നിട്ട് ചട്ടിയും കലവും പാത്രമൊക്കെ ഉണ്ടാക്കി തരുന്നു. അങ്ങനെ ചക്കുക്ക് ഇത് എന്തൊക്കെയോ ഉണ്ടാക്കി ലാസ്റ്റ് ഉമ്മമ്മക്കനെ ദേഷ്യം വെച്ച് ഉമ്മമ്മ വലിച്ചിട്ടുണ്ടാണ് എനിക്കൊന്ന് വൈകിയത് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടോ. അങ്ങനെ അടുത്ത ആളതാ ഞാൻ സ്വന്തം ഒരു വ്ളോഗ് എടുക്കാം ഉമ്മീന്ന് പറഞ്ഞിട്ട് വന്നേ കേട്ടോ വൈകുന്നേരം. ഇനി അത് കണ്ടോളൂ കേട്ടോ.
ഓക്കെ. അത് മറിയും.